ഇടപെടലാണ് വാർത്ത, വഴികാട്ടിയാണ് വാർത്ത. റിപ്പോർട്ടർ വാർത്താ സംഘത്തിന്റെ ഇടപെടലിലൂടെ കേരളം ഇന്ന് അത് ഒന്നുകൂടി അറിഞ്ഞു. പാവങ്ങളായ പട്ടികജാതി കുടുംബത്തിന്റെ പണം തട്ടിയെടുത്ത വാർത്ത അന്വേഷിച്ചു പോയ ഞങ്ങൾ കണ്ടത്, അറിഞ്ഞത് മനുഷ്യത്വം അവശേഷിക്കുന്നവരെ ആകെ പിടിച്ചുലച്ച ദുരിത ജീവിതത്തിന്റെ നേർക്കാഴ്ചയാണ്. ഒരു നേരം പോലും വയറ് നിറച്ച് ഒന്നും കഴിക്കാനില്ലാതെ വിങ്ങിപ്പൊട്ടിയ മനുഷ്യർ. അതിദാരിദ്ര്യ നിർമ്മാർജ്ജന പ്രഖ്യാപനത്തിനായി തയ്യാറെടുക്കുന്ന കേരളത്തിൽ നമ്മുടെയൊക്കെ തൊട്ടുമുന്നിൽ കണ്ട കാഴ്ചയാണ്. റിപ്പോർട്ടർ വഴികാട്ടിയായി. അധികാര കേന്ദ്രങ്ങൾ ഉണർന്നു. MLA എത്തി. അദാലത്തിന് തീരുമാനമായി. അടുപ്പെരിയാതിരുന്ന വീടുകളിലേക്ക് അരിയും പച്ചക്കറിയും എത്തി. വീട് നിർമ്മിച്ചു നൽകാൻ സന്നദ്ധരായി ആളുകളെത്തി. ഇതുവരെ എല്ലാവരാലും അവഗണിക്കപ്പെട്ട, അല്ലെങ്കിൽ മനഃപൂർവ്വം മാറ്റി നിർത്തപ്പെട്ട ഒരു കൂട്ടം പാവപ്പെട്ട മനുഷ്യർക്ക് ഇനി നല്ല വീടൊരുങ്ങും. റേഷനും പെൻഷനും എല്ലാം വരും. ഒരിക്കൽ കൂടി പറയുന്നു, വാർത്ത ഇടപെടലാണ്. മാറി നിന്ന് എത്ര കല്ലെറിഞ്ഞാലും എത്ര പരിഹസിച്ചാലും ഉത്തരവാദിത്തപ്പെട്ട മാധ്യമമെന്ന നിലയിൽ റിപ്പോർട്ടർ മുന്നോട്ടു പോകും. സമൂഹത്തോടുള്ള കടപ്പാടാണ് ഞങ്ങൾക്ക് മാധ്യമപ്രവർത്തനം. രാവിലെ കരഞ്ഞ കണ്ണുകളിൽ ആശ്വാസം നിറയ്ക്കാനായി എന്ന സന്തോഷമാണ് ഞങ്ങൾ മനസ്സിലേക്കെടുക്കുന്നത്. കിളിമാനൂരിലെ ആ മനുഷ്യർക്കൊപ്പം TV പ്രസാദും സംഘവുമുണ്ട്. ബാക്കി TV പ്രസാദ് പറഞ്ഞു. TV പ്രസാദ് നമുക്കൊപ്പം ചേരുകയാണ്. ഗുഡ് ഈവനിംഗ് TV പ്രസാദ്. ആത്മാർത്ഥമായി ഹൃദയം തൊട്ട് പ്രസാദിനെ അഭിനന്ദിക്കാൻ തോന്നുന്ന പല നിമിഷങ്ങൾ ഉണ്ടായിട്ടുണ്ട് നമ്മൾ ഒന്നിച്ചുള്ള മാധ്യമപ്രവർത്തന ജീവിതത്തിൽ. പക്ഷേ ഇത് അതിനും അപ്പുറം നിൽക്കുന്ന ഒന്നാണ്. അടുപ്പിൽ അരിയിടാനായി 1-2 മണി അരി പോലും ആ കലങ്ങളിലില്ല എന്ന് പ്രസാദ് കാണിക്കുമ്പോൾ മനസ്സിലേക്ക് എന്തോ കുത്തിയിറക്കിയതുപോലെയുള്ളൊരു വേദനയാണ് ആ കാഴ്ച TV യിൽ കണ്ടിരുന്നപ്പോൾ എനിക്ക് തോന്നിയത്. അത് നേരിട്ട് കണ്ട പ്രസാദിനും അതേ അനുഭവമായിരിക്കുമല്ലോ. നമ്മളൊരു നീതി നിഷേധം റിപ്പോർട്ട് ചെയ്യാൻ പോയി, പക്ഷേ അതിനുമപ്പുറം ഒന്നുമില്ലായ്മയുടെ, ഒട്ടിക്കിടക്കുന്ന വയറിന്റെ ഒക്കെ കാഴ്ചയാണ് നമ്മുടെ മുന്നിലേക്ക് എത്തിയതല്ലേ പ്രസാദ്? ഉറപ്പായും സുജയ പറഞ്ഞതുപോലെ വലിയ സങ്കടമായിരുന്നു ഇവിടെ വന്നതിന് ശേഷം. നമ്മൾ എന്താണോ ഇവിടെ റിപ്പോർട്ട് ചെയ്യാൻ വന്നത് അതിലും അപ്പുറമായിരുന്നു അവരുടെ സങ്കടം എന്നുള്ളതാണ്. അവരത് നമ്മളിൽ നിന്ന് മറച്ചു വെച്ചു എന്നതാണ് സുജയ. അവർക്ക് പറയാൻ എന്തോ നാണക്കേടായിരുന്നു, പട്ടിണിയാണ് എന്ന കാര്യം, ഇന്ന് രാവിലെ പോലും ഒന്നും കഴിച്ചില്ല എന്ന കാര്യം, അരി സൂക്ഷിക്കുന്ന കലത്തിൽ 1 മണി പോലും അരിയില്ല എന്ന് പറയാൻ അവർക്ക് മടിയായിരുന്നു. കാരണം നമുക്ക് ചുറ്റും കാണുന്ന മനുഷ്യരങ്ങനെയല്ലല്ലോ. നന്നായി ഭക്ഷണം കഴിച്ച് പലരും ഭക്ഷണാവശിഷ്ടം വലിച്ചെറിഞ്ഞ് അങ്ങനെയൊക്കെ ജീവിക്കുന്ന ഒരു നാട്ടിൽ നമുക്ക് വയറു നിറച്ച് ഭക്ഷണം കഴിക്കാനുള്ള ഭക്ഷണമില്ല എന്ന് പറയാൻ സ്വാഭാവികമാണ് അവർക്ക് നാണക്കേടുണ്ടാകും. നമ്മൾ ഇവിടേക്ക് വന്നത് സുജയ, ഈ 2 വീട്, ഇതിന്റെ ഒരു കാര്യം നമ്മൾ അറിഞ്ഞിട്ടാണ്. ഈ 2 വീടിന്റെ കാര്യം, ഇവർ പട്ടികജാതി കോളനിയിൽപ്പെട്ട 2 പേരാണ്. അതിദരിദ്രരാണ്. ഇവർക്ക് ഈ വീട് അറ്റകുറ്റപ്പണിക്ക് വേണ്ടി 1.5 ലക്ഷം രൂപ വീതം പട്ടികജാതി ഫണ്ട് പാസായി. കിളിമാനൂർ പഞ്ചായത്തിലെ 1-ാം വാർഡാണിത്. ഈ 1-ാം വാർഡിലെ മെമ്പർ ഇവിടുത്തെ വൈസ് പ്രസിഡന്റ് കൂടിയാണ്. ഗിരിജ എന്നാണ് പേര്. ഇവർക്ക് ഫണ്ട് പാസായതിന് പിന്നാലെ ഇവർ ഈ ജോലി ചെയ്യുന്നതിന് വേണ്ടി, ഇതിന്റെ അറ്റകുറ്റപ്പണിയാണ്, ഒരുപാട് ചെയ്യാനുണ്ട്. ജനല്, വാതില്, അടുക്കള, മേൽക്കൂര ഉൾപ്പെടെ എല്ലാം ചെയ്യാനുണ്ട്. അങ്ങനെ ഇവർ ഒരാളെ പണിക്ക് തയ്യാറാക്കി നിൽക്കുന്നു. ആ സമയത്താണ് വാർഡ് മെമ്പർ ഇടപെട്ട്, നമുക്ക് മറ്റൊരാളുണ്ട്, അതുകൊണ്ട് പെട്ടെന്ന് ചെയ്തു തീർക്കാം എന്ന് പറഞ്ഞ് അവിടുത്തെ തന്നെ താൽക്കാലിക ഡ്രൈവറായ സുധീർ എന്നൊരാളെ പണിയേൽപ്പിക്കുന്നത്. യഥാർത്ഥത്തിൽ ഒരു 50,000 രൂപ മുതൽ പരമാവധി ഒരു 70,000 രൂപ വരെ ആകെ ചെലവാവുന്ന പ്രവൃത്തിക്കാണ് ഇവരുടെ 2 പേരുടെയും അക്കൌണ്ടിൽ വന്ന 1.5 ലക്ഷം രൂപ വീതം 3 ലക്ഷവും അവർ വാങ്ങിയിട്ട് പോയതിനു ശേഷമുള്ളത് നമുക്ക് പുതുതായിട്ട് വന്ന പ്രേക്ഷകരെ ഒന്നുകൂടി കാണിക്കാം. സുജിയ, ഇത് അതിൽ പെടുന്നതല്ല, ഇതിൽ നേരത്തെ ചെയ്തതാണ്. ഈ സ്റ്റെപ്പ് അതിൽ ചെയ്തതാണ്. ഈ ജനല് ഒന്നും ചെയ്തില്ല, നമ്മൾ കണ്ടു. ഈ സിമന്റ് അവർ ചെയ്തത് തന്നെയാണ്. ആകെ പ്രധാനമായും ചെയ്തത് ഈ മേൽക്കൂരയാണ്. നമ്മൾ ഇവിടെയുള്ള എഞ്ചിനീയറിംഗ് വർക്ക്സ് ചെയ്യുന്നവരോട് ചോദിച്ചു, എത്രയാവും ഏകദേശം? ഒരു 30,000 രൂപ മുതൽ 50,000 രൂപ വരെ ഈ രീതിയിൽ അയാൾ ചെയ്യാൻ പറ്റും എന്നതാണ്. ഇതിന്റെ കഴുക്കോൾ പല സ്ഥലത്തും ജോയിന്റ് ആയിട്ടില്ല. ഇതിനകത്തേക്ക് വന്നാൽ ഇവിടെ ഒരു വാതിൽ ഒന്നും പിടിപ്പിച്ചിട്ടില്ല. ഇങ്ങോട്ടേക്ക് വന്നാൽ ഇതാണ് സുജിയ അടുക്കളയിലെ ഈ ഭാഗത്ത് ഇത് ഇവിടെ മറച്ചാൽ മാത്രമേ ഇങ്ങോട്ടേക്ക് വെള്ളം വീഴാതിരിക്കൂ. പക്ഷെ പൂർണ്ണമായും ഇങ്ങോട്ടേക്ക് വെള്ളം വീഴുന്നുണ്ട്. നമുക്കിവിടെ കാണാം, ഇവിടെയൊക്കെ വെള്ളം വീഴും. ഇതാണ് ജനല്. ഇതൊന്നും ചെയ്തിട്ടില്ല. പുറത്തുനിന്ന് തകരം വെച്ചിട്ട് അടച്ചിട്ടാണ് ഉള്ളത്. മാത്രമല്ല ഇവിടെ നമുക്ക്, അതായത് TV പ്രസാദ്, ആ ചുമര്, അതോടൊപ്പം തന്നെ ആ മേൽക്കൂരയുമായി ബന്ധിപ്പിക്കാത്ത ഭാഗം, ഇതെല്ലാം നോക്കുമ്പോൾ 60% മാത്രം പണി പൂർത്തിയായ ഒരു വീടാണത് എന്ന് ഒറ്റ നോട്ടത്തിൽ മനസ്സിലാക്കാൻ കഴിയും. അപ്പോൾ അറ്റകുറ്റപ്പണി എന്നത് പോയിട്ട് ആ വീട്ടിൽ എന്തോ വന്ന് ചെയ്തിട്ടുണ്ടാകും. അവിടേക്ക് ഈ കരാറെടുത്തയാൾ, ഈ ഡ്രൈവർ എന്ന് പറയുന്ന ആൾ അവിടേക്ക് വന്ന് എന്തെങ്കിലുമൊക്കെ ചെയ്ത് തീർത്തോ? അതോ ഒന്നും ചെയ്യാതെ ആ പണവുമായി അങ്ങ് പോവുകയാണോ ചെയ്തത്? അതാണ് സുജിയ. ഇതിന്റെ പകുതി വർക്ക് സുജിയ പറഞ്ഞ കറക്റ്റാണ്. ഏതാണ്ട് 50 മുതൽ 60% വരെ ചെയ്തിട്ടുണ്ടാകും. ഈ വാതിൽ ചെയ്തിട്ടുണ്ട്. പക്ഷേ ഈ വാതിൽ കൃത്യമായിട്ട് അടക്കാനൊന്നും പറ്റുന്നില്ല സുജിയ. നമുക്ക് നോക്കാം. ഇങ്ങനെയുള്ള വാതിൽ, ഈ വാതിലിന് ബില്ലിൽ എഴുതിയിരിക്കുന്ന 10,000 രൂപയാണ്. 2 വാതിലിനും ചേർന്ന് 10,000 രൂപ. ഇതൊരു വീട് സുജിയ. തൊട്ടപ്പുറമാണ് 2ാമത്തെ വീട്.
ഇതാണ് ആ വീട്. ഭിന്നശേഷിക്കാരിയാണ്, അവർക്ക് നടക്കാൻ പോലും കഴിയില്ല. ഈ വീട്ടിലും ആകെ ചെയ്തത് ഈ മേൽക്കൂരയാണ്. മേൽക്കൂരയും കാര്യമായിട്ടൊന്നും ചെയ്തിട്ടില്ല. ഈ വീടിന്റെ അകത്തേക്ക് നമുക്ക് പോകണം. അകത്തേക്ക് പോയാൽ ഇവിടെ തകർന്നു കിടക്കുന്ന ജനാല, നന്ദോന്ന് ഇങ്ങോട്ടേക്ക്, നന്ദു, ഈ ജനാല ഒന്നും ചെയ്തിട്ടില്ല സുജിയ. വലിയ സങ്കടമുണ്ട്. ഇങ്ങോട്ടേക്ക് പോയാൽ ഇവിടെ ഒന്നുമില്ല. അടുക്കളയിൽ ഇതെല്ലാം വൃത്തിയാക്കി കൊടുക്കുമെന്നാണ് പറഞ്ഞത്. ഒന്നുമില്ല, ഒരു സ്ലാബ് ഇവിടെ വാർത്തു വെച്ചിട്ടുണ്ട്. ഇത് ഭിന്നശേഷിക്കാരുടെ വീടാണ് സുജിയ. ഈ സ്റ്റെപ്പ് എങ്ങനെ ഇറങ്ങും എന്നുള്ള കാര്യം നമ്മളൊന്ന് നോക്കണം. ഒന്നും ചെയ്തിട്ടില്ല എന്നുള്ളതാണ്. ഈ മേൽക്കൂര മാത്രമാണ് ആകെ ചെയ്തത്. ഈ വീട്ടിനും 1.5 ലക്ഷം വാങ്ങിപ്പോയി. അതായത് കാട്ടിക്കൂട്ടി 1.5 വീതം രണ്ടിടത്തുമായി 3 ലക്ഷം അയാളുടെ കയ്യിലേക്ക് എത്തി. അവിടെ ഒരു 50,000 പണി ചെയ്തിട്ടുണ്ടാകും ആകെ എടുത്തു നോക്കിയാൽ 2 വീട്ടിലുമായി, അല്ലേ പ്രസാദ്? അതെ, ഏകദേശം പകുതി ജോലി ചെയ്തോ അവര്? പകുതി ജോലിയും ചെയ്തില്ലല്ലോ സാറേ. പകുതി ജോലി എന്ന് പറഞ്ഞാൽ അവർ ഈ കമ്പി ഇട്ട് തന്ന്, ഈ തറയും ഒത്തിരി ഇട്ട് തന്ന്, അല്ലാതെ ഒരു ഷീറ്റ് ഇട്ട് തന്ന്, അല്ലാതെ ഇവരെന്തോ മെമ്പറോട് പറയാമായിരുന്നില്ലേ? നമ്മൾ തന്നെ ഒരാളെ ആക്കിയിട്ടുണ്ടെന്ന് പറയാമായിരുന്നില്ല? പറഞ്ഞു. പക്ഷെ മെമ്പർ പറഞ്ഞെന്ന് പറഞ്ഞാൽ അവര് കൊണ്ടുവരുന്ന ആളിനെ ചെയ്താൽ മതി. പക്ഷെ അവർ ഈ പൈസ തട്ടിക്കാൻ വേണ്ടിയാണ് ഇവര് ആളെ കൊണ്ടുവന്നത്. നമുക്ക് അറിഞ്ഞുകൂടായിരുന്നല്ലോ. ഇവര് പൈസ തട്ടിക്കാൻ വേണ്ടിയല്ലേ ഈ മെമ്പർ തന്നെ ഈ സുധീർ എന്ന് പറഞ്ഞ ആളെ കൊണ്ടുവന്നത്. ഞങ്ങൾ കൊണ്ടുവന്ന ആളിനെ തട്ടി കളഞ്ഞിട്ടല്ലേ. ഇപ്പം സമഗ്രമായ അന്വേഷണം നടത്തും എന്നാണ് പറയുന്നത്. അതിലൊരു കാര്യം കൂടി, നമ്മളിവിടെ വന്ന് ഏതാണ്ട് 2 മണിക്കൂർ കഴിയുമ്പോഴും നിങ്ങൾ യഥാർത്ഥത്തിൽ പലപ്പോഴും പട്ടിണി കിടക്കുന്നു എന്നുള്ള കാര്യം എന്തിനാണ് നമ്മൾ ഇന്ന് മറച്ചു വെച്ചത്? മറച്ചു വെച്ചെന്ന് പറഞ്ഞ സാറേ, നമ്മൾ ആരുടെ സാറേ ഇതൊക്കെ പറയണത്? ഈ റേഷൻ മതിയാവുന്നില്ലേ? അപ്പൊ കിട്ടുന്ന റേഷൻ മതിയാവൂല സാറേ. എന്ന് വെച്ചാൽ അത് 30 കിലോ കിട്ടൂലേ? 30 കിലോ കിട്ടും. എന്നുവെച്ചാ അത് മാത്രമേ ഉള്ളൂ എന്നുള്ളതാണ്. അത് മാത്രമേ ഉള്ളൂ. രാവിലെയും അത് ഉപയോഗിക്കും. അപ്പൊ 3 നേരം ഉപയോഗിച്ച് ഒരു മാസം ആകുമ്പോഴത്തേക്ക് അത് ഈ 5-ാം തീയതി കിട്ടിയിട്ട് വേണം അല്ലേ? 5-ാം തീയതി കിട്ടിയതിന് ശേഷം ഇനി നമുക്ക് ഇനി അടുത്ത അപ്പുറം അങ്ങനെയാണോ? ക്ഷാമാണ് അല്ലേ? വീട്ടിലൊരു കുഞ്ഞുണ്ടല്ലേ പഠിക്കാൻ? വന്നോ? സുജയ, ഇവരുടെ വീട്ടിലൊരു കുഞ്ഞുണ്ട്. ഇവർക്ക് വേണ്ട നോട്ട്ബുക്കൊക്കെ നമ്മൾ വാങ്ങിക്കൊടുക്കാന്ന് പറഞ്ഞിട്ടുണ്ട്. അത്യാവശ്യം 7ാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്. മിടുക്കിയായിട്ട് പഠിക്കാൻ പറയും. നമ്മളൊക്കെ കൂടെ ഇല്ലേ? സർക്കാർ സംവിധാനങ്ങൾ വേണ്ട രീതിയിൽ ഉണർന്നില്ലെങ്കിൽ അത് നമ്മളെ ഉണർത്തും. ക്ലാസ്സിലൊക്കെ പോയി വന്ന് മിടുക്കിയായിട്ട്. മീനാക്ഷി, നല്ല പേരാണല്ലോ. ഏത് സ്കൂളിലാ? പുതുമംഗലത്ത് അല്ലേ? ഉഷാറായിട്ട് പഠിക്കുന്നൊക്കെ ഇല്ലേ? ഉഷാറായിട്ട് പഠിക്കണം കേട്ടോ. ശരി, മീനാക്ഷി എന്നാണ് പേര്. സുജിയ, നല്ല പേരാണ്. പിന്നെ നമുക്കിതിൽ പോസിറ്റീവായിട്ടൊരു കാര്യം റിപ്പോർട്ട് ചെയ്യാനുള്ളത്, ഈ സംഭവം അറിഞ്ഞ ഉടനെ തന്നെ ആറ്റിങ്ങൽ MLA ആയ OS അംബിക അപ്പോൾ തന്നെ ഇവിടേക്ക് എത്തി എന്നുള്ളതാണ്. കൂടെ ഇവിടുത്തെ പ്രാദേശികമായ ഏരിയ സെക്രട്ടറിയും ലോക്കൽ സെക്രട്ടറിയും മറ്റ് പ്രാദേശിക നേതാക്കളും എല്ലാം ഉണ്ട്. കേളു ഈ വിഷയത്തിൽ അപ്പോൾ തന്നെ ഇടപെട്ടു. പഞ്ചായത്തിൽ നിന്നുള്ള ഉദ്യോഗസ്ഥർ അപ്പോൾ തന്നെ ഇവിടെ എത്തിയിട്ടുണ്ട്. സുജിയ, ഇതവിടെ MLA ഇവിടെ തന്നെ ഇരിപ്പുണ്ട്. നമ്മൾ മറ്റൊരു കാര്യം കൂടി പറയാൻ മറന്നു. ആ 2 വീട് മാത്രമല്ല സുജിയ, നമ്മൾ നേരത്തെ സ്മൃതിയുടെ ഷോയിൽ അത് പറഞ്ഞിരുന്നു. ഇതിന്റെ ചുറ്റടുത്തുള്ള 1, 2, 3 വീട്, അതായത് ആ ഒരു നഗറിലെ ഒരു പട്ടികജാതി നഗറാണ്. ആ പട്ടികജാതി നഗറിലെ എല്ലായിടത്തേക്കും ആളുകളുടെ, അതായത് ഉദ്യോഗസ്ഥരുടെയും അധികൃതരുടെയും കണ്ണെത്തുന്ന തരത്തിലേക്ക് നമ്മുടെ വാർത്ത മാറുകയാണ്. 2 വീടുകളിലെ ബുദ്ധിമുട്ടറിഞ്ഞാണ് നമ്മൾ എത്തിയതെങ്കിൽ ആ ഒരു ഉന്നതിയിലെ പട്ടികജാതി പട്ടികവർഗ വിഭാഗക്കാരുടെ ആ ഉന്നതിയിലെ MLAയുടെ ഇടപെടൽ അത് അവർക്ക് എല്ലാവർക്കും സഹായമാകുന്ന രീതിയിൽ ഉറപ്പിക്കുകയാണെങ്കിൽ അതായിരിക്കും നമുക്കവിടെ ചെയ്യാൻ കഴിയുക.